എന്താണ് പരിപാടി? കണ്ടില്ലേ എന്താണെന്ന്? എന്താണ് ഇത് കരിഞ്ഞു പോവോ? കൈ പൊള്ളരുതേ. ഏയ് കൈയൊന്നും പൊള്ളില്ല. തൊക്കോ. എന്റെ ബണ്ണ്. അതെ നിന്റെ പെണ്ണ് അനന്താ കൊണ്ട് ഊരി വഴി. അങ്ങനെ തരണമെങ്കിലേ അതേ ടീഷർട്ടും ഈ നിക്കറും എനിക്ക് ഊരി തരണം. എന്താ പറ്റുമോ? അതൊന്നും ഊരി തരാൻ പറ്റില്ല. പോ. അത് ഊരി തന്നെ ഇത് ഊരി തരാം. കൊണ്ട് ഊരി വെക്കുന്നേ പുറത്തു പോകുമ്പോ ഒന്നും ഇടാൻ കാണില്ല. തക്കാളി നല്ല രുചിയുണ്ട്. വേണ്ട പോ. വേണ്ടെങ്കിൽ വേണ്ട. ഉള്ളി വേണോ? ഷേ അടങ്ങിരി ഒന്ന്. എന്നല്ലേ ഒന്നും ഇട്ടിട്ടില്ലേ? ഇത് ബെഡ്റൂം അല്ല കിച്ചണാണ്. വെറുതെ ഇരിക്കുന്നുണ്ടോ? അതെന്താ ബെഡ്റൂമിൽ മാത്രമേ ഇതൊക്കെ പാടുള്ളൂ? എന്താണ്? എന്നാ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടോ? അതിനെ കത്തിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് ദേഷ്യപ്പെടൂല. പക്ഷെ ഇതങ്ങ് മാറ്റി വെച്ചേക്ക്. ഇത് അത്ര പന്തിയല്ല. ദേഷ്യപ്പെടൂല. എന്താന്ന് കാര്യം പറ മോനെ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും ഇങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? എന്ത് ചെയ്യാൻ? അതല്ല പിന്നെ എന്താടാ? സെക്സ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ഒരു സംശയം ഇപ്പൊ? തോന്നിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിച്ചാ എന്താ പറയാ? കൂടുതൽ ആലോചിക്കാതെ പറ. അതെന്താ പെട്ടെന്നൊരു സംശയം? ചുമ്മാ അറിയാൻ വേണ്ടി. അങ്ങനെയൊക്കെ ചോദിച്ചാ തോന്നിയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചാ സത്യം പറഞ്ഞാ വിഷമാവോ? കൂടുതൽ ജഡ്ജ് ചെയ്യാണ്ട കാര്യം പറ. തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടൊക്കെ ഉണ്ട്. നിനക്ക് തോന്നിയിട്ടില്ലേ? നിനക്ക് തോന്നിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടല്ലേ നീ ഇപ്പൊ റൂട്ട് ഇട്ടത്? അല്ല. എന്തോ അല്ല. എന്നാ പിന്നെ എനിക്കുമില്ല. അങ്ങനെയല്ല. പിന്നെ സീരിയസ് ആയിട്ട് പറ. സീരിയസ് ആയിട്ട് ഞാനും പറഞ്ഞു. തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടൊക്കെ ഉണ്ട്. നമുക്ക് വികാരം ഇല്ലാതിരിക്കോ? ആരുമായിട്ടോ തോന്നിയത്? ആരുമായിട്ടോന്ന് ചോദിച്ചാ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോ നല്ല പെൺപിള്ളേരെ കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും. കിട്ടിയാ കൊള്ളായിരുന്നു. കള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായിട്ട്. നിനക്ക് തോന്നിയിട്ടില്ലേ? എനിക്കോ? എങ്ങനെ? അതുകൊണ്ടല്ലേ ഇപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? എന്ത് ചോദിച്ചേ? ഒന്നും അറിഞ്ഞൂടാ. പറ. നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അയ്യോടി എങ്ങനെ? കുമാരി, എന്നോട് ക്ഷമിച്ചൂടെ? എപ്പോഴും തന്നെയാണല്ലേ കക്കോൾഡ് ത്രീസം. അതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? നല്ലതന്നെ. ത്രീസമായാലും എന്താ കുഴപ്പം? കാണുന്നേ കണ്ടോണ്ടിരിക്കല്ലേ. ഇതൊക്കെ ലൈഫില്
നടക്കേണ്ട കാര്യങ്ങളല്ലേ. നടക്കും. എത്രയോ പേര് ഈ ആഗ്രഹം കൊണ്ട് നടക്കുന്നറിയോ? കണ്ടോ, അതൊന്നും നോക്കിക്കോണേ. അതിലൊരു മുന്തിരി കടിച്ചെടുക്കുന്ന സീനുണ്ട്. പൊളിയാണ്. എവിടെ പോവാ? ഒരു മുന്തിരി കഴിക്കാന്ന് വിചാരിച്ചു. മറ്റേ കാര്യം ഞാനങ്ങ് പ്രൊസീഡ് ചെയ്യട്ടെ. നീ അത് വിട്ടില്ലേ? അതെങ്ങനെ വിടാൻ പറ്റും? ഓ, നീ അല്ലേ ആ കാര്യം പറഞ്ഞേ? പിന്നെ നിന്റെ ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? മതി മുന്തിരി കഴിച്ചത്. എന്താ തീരുമാനം? പ്രൊസീഡ് ചെയ്തു. എനിക്ക് അറിയാവുന്ന ആളാണെങ്കിൽ എനിക്ക് സമ്മതമല്ല കേട്ടോ. ഷേ, നിനക്കറിയാവുന്ന ആളൊന്നുമല്ലടി. ഇത് ഓഫീസിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളാ. ഓ, അന്ന് ഫോട്ടോ കാണിച്ച അത് തന്നെ. ആളെ കണ്ടാ തന്നെ അറിയാം ഒരു സാഡിസ്റ്റ് ആണെന്ന്. ആര്? അവനാ സാഡിസ്റ്റാ? എന്റെ പൊന്നെ എടി, അവനൊരു പാവാടി കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂന്നേ. ഭയങ്കര നല്ല സ്വഭാവമാണ് അവന്റെ. നമ്മള് നല്ല ബഡി ടീമാണ്. ആള് ഉപദ്രവിക്കൊക്കെ ചെയ്യോ? അയ്യേ, അവനാ? ഒന്ന് പോടി അവിടുന്ന്. അങ്ങനൊന്നുമില്ല. പിന്നെ ഒരവസരം കിട്ടിയാൽ ഞാനും ജോയിൻ ചെയ്യും. വെറുതെ അല്ല, ആശാൻ ത്രീസമും കക്കോൾഡൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. എനിക്ക് അപ്പോഴേ തോന്നി എന്തോ ഉണ്ടെന്ന്. അയ്യ, ആൾക്കെങ്ങനെ എന്നെ അറിയാം? നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. നിന്റെ ഫോട്ടോയിലെ ഞാൻ വാൾപേപ്പർ ആയിട്ട് ഇട്ടിരിക്കുന്നത്. നിന്നെ കണ്ട ആർക്കാ ഇഷ്ടപ്പെടാത്തെ? അവൻ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇൻട്രസ്റ്റ് ആയി. പിന്നെ എനിക്കൊരു ഓഫറൊക്കെ ഉണ്ട്. നിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവന് സെറ്റാക്കി കൊടുത്താലേ അവന്റെ വൈഫിനെ എനിക്കും കിട്ടും. സ്വാപ്പി എങ്ങനെയുണ്ട്? വെറുതെ അല്ല, ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് കാണാനല്ലേ. അങ്ങനെയൊന്നും അല്ലടി. പിന്നെ ഒരു പാലേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ പഴഞ്ചൊല്ല്. എന്തായാലും ഞാൻ ആളെ നേരിട്ടൊന്ന് കാണട്ടെ, എന്നിട്ട് പാലം പണിയുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കാം. എന്താ എന്താണ് ഒരു ഇളക്കം? ഇളക്കം സുഖിക്കാണല്ലേ? എന്തൊക്കെയാ പറഞ്ഞത്? കോൾഡ് അത് ഇത്. ശരിക്കും നിനക്കും ഇല്ലേ ഇതിൽ ഇൻട്രസ്റ്റ്? നിനക്ക് നല്ല മൂത്ത് കിടക്കുവാണെന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും നീ കാണിക്കൂല. ഞാനെല്ലാം തുറന്നു പറയും. ആ ഒരു ധൈര്യങ്ങൾ നീ കാണിക്കണ്ടേ? ഓ, എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല. ധൈര്യത്തിന് കുറവൊന്നുമില്ല, പക്ഷെ എല്ലാം ഹൈഡാണെന്നേ ഉള്ളൂ. ഞാനൊന്നും ഹൈഡ് ചെയ്ത് വെച്ചില്ലല്ലോ, എല്ലാം ഓപ്പൺ ആയിട്ട് പറയാറില്ലേ? ആ, എന്തായാലും അവൻ വരുമ്പോ നീ ഒന്ന് കാണും. നിനക്ക് എന്തായാലും ഇഷ്ടപ്പെടും അവനെ. പൊളിക്കണ്ടേ? ഓ, കാണട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. എപ്പോഴും ഒരായുധം മാത്രം മതിയോ? ഇടക്കൊക്കെ മാറ്റിന്ന് പരീക്ഷിക്കണ്ടേ? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? അതൊക്കെ കിട്ടും. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമോളെ. Come on, Alex. Come on. എടാ, എനിക്ക് ചമ്മലാവുന്നടാ. നിന്നെ അങ്ങനെ വിടാ ഉദ്ദേശിച്ചിട്ടില്ലടാ.